എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു മിക്സഡ് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അരിയും ചെറുപരിപ്പും കടലപ്പരിപ്പും ചേർന്നൊരു പ്രഥമൻ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്കിനി പായസം ഉണ്ടാക്കാം. അപ്പോൾ പ്രഥമൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരേ അളവിൽ പച്ചരി, കടലപ്പരിപ്പ്, ചെറുപരിപ്പ് ഇത് മൂന്നും റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കപ്പ് നെയ്യ് എടുത്തു വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, മുന്തിരി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ തേങ്ങാപ്പാൽ ഞാനിവിടെ 2 തേങ്ങയുടെ പാലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. തേങ്ങാപ്പാൽ നമ്മൾ സാധാരണ എല്ലാ പായസത്തിന് എടുക്കും പോലെ തന്നെ തമ്പാൽ, 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഇത്തിരി ഏലക്കാപ്പൊടി കൂടെ വേണം. പിന്നെ വെല്ലം നമ്മൾ എടുത്തിട്ടുള്ളത്, ഞാൻ ഈ ഒരു കപ്പിൽ തന്നെ 4 കപ്പ് വെല്ലമാണ് അളന്നെടുത്തിട്ടുള്ളത്. നമ്മൾ അരി എടുത്തിട്ടുള്ള അതേ കപ്പിൽ അളന്നിട്ടാണ് വെല്ലം എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 4 കപ്പ് വെല്ലം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പച്ചരിയും പരിപ്പും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കടലപ്പരിപ്പ് ആദ്യം ഇതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നല്ല പോലെയൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ചൂടായാൽ മാത്രം പോരാ, കുറച്ചൊരു ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കട്ടെ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ നമുക്കിതിനെ വേവിച്ചെടുക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുപരിപ്പും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. അരി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ അത്രയും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വെല്ലം ഞാനിവിടെ അലിയിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കുക്കറിലേക്ക് ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെല്ലം ഇതുപോലെ അലിയിച്ചെടുക്കണം. വെല്ലം അലിയിച്ചെടുത്ത് നമുക്കിതിന് നല്ലപോലെ പാവ് കാച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത്തിരി ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് നമ്മൾ ഏത് പായസത്തിനായാലും മധുരമുള്ള എന്ത് പലഹാരം നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിലും ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും അരിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വേവിച്ച് ചേർക്കുമ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ടാവില്ല. അരിയും നമ്മുടെ പച്ചരിയും പിന്നെ ചെറുപരിപ്പും നല്ലപോലെ വെന്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ പായസം കുടിക്കുമ്പോൾ നമ്മുടെ ഈ കടലപ്പരിപ്പ് നമുക്കിങ്ങനെ കടിക്കാൻ വേണ്ടി കിട്ടും. അതൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിത് നല്ലപോലെ വരട്ടിയെടുക്കാം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നല്ലപോലെ വരട്ടിയെടുക്കണം. അപ്പോൾ വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ പാത്രത്തിൻ്റെ അടിവശം നമുക്കിങ്ങനെ കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ ഇതുപോലെ നല്ല ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ പാത്രത്തിൻ്റെ അടിവശം കാണുന്ന രീതിയിൽ നമ്മൾ വരട്ടിയെടുക്കണം. അപ്പോൾ നമ്മളിത് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്കിതിലേക്ക് 3-ാം പാൽ ചേർത്ത് കൊടുക്കാം. 3-ാം പാൽ നമുക്ക് മെല്ലെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്നതിന് ശേഷം നമുക്കിനി 2-ാം പാലും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതും നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. 1-ാം പാലും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ തമ്പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തമ്പാൽ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഒന്ന് നെയ്യിൽ വറുത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഏകദേശം റെഡിയാകുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്, കാരണം അതിൻ്റെ ഒരു ചൂടിൽ തന്നെ നമ്മുടെ മുന്തിരി നല്ലപോലെ ആയിക്കോളും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചരിയും കടലപ്പരിപ്പും ചെറുപരിപ്പും ചേർത്തിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പ്രഥമൻ റെഡിയായി. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായി കിട്ടുകയുള്ളൂ. താങ്ക് യു.